നമ്മളിവിടെ വാദി ബിൻ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ. നല്ല രസമുള്ള അറ്റ്മോസ്ഫിയർ, പിന്നെ കുറേ ക്ലിയർ ആയിട്ടുള്ള വാട്ടറും നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇങ്ങോട്ട് വരുന്ന വഴിയും നല്ല രസമായിരുന്നു കേട്ടോ. ഫുൾ മറ്റേ മല കുന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡെസേർട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ചാനലിൽ പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഡെസേർട്ടിലോട്ട് നമ്മൾ നേരെ വെള്ളത്തിൽ ചാടാമെന്ന് വിചാരിച്ച് വാദി ബനി ഖാലിദിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അഹ്ലാൻ അറേബ്യയുടെ പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാദിയിൽ വന്നതും ഫുൾ മറ്റേ പച്ചപ്പായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കാറ്റും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു നല്ല ഫീൽ ഗുഡ് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടേക്ക് നമ്മളിപ്പോൾ പകലൊക്കെ പോവുകയാണെങ്കിൽ സൺഗ്ലാസസ് ഒക്കെ എടുക്കുന്നത് എപ്പോഴും റെക്കമെൻഡഡ് ആണ്. ബിക്കോസ് അങ്ങനെയാണെങ്കിലാണ് മര്യാദയ്ക്ക് കണ്ണ് കണ്ട് നടക്കാനൊക്കെ പറ്റുള്ളൂ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ചുറ്റും കണ്ടോ ഗൈസ്, ഇതുപോലെ തന്നെ നമ്മൾ നേരെ കാണുമ്പോഴുള്ള വാട്ടർ ബോഡി എന്ന് പറഞ്ഞാൽ അത്ര ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അടിയിൽ എന്താണെന്നുള്ളത് നമുക്ക് മുകളിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഒഴുക്കുണ്ട് വെള്ളത്തിന്, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇവിടെ സ്വിമ്മിങ് ഒക്കെ ചെയ്യാം. എന്താ കുഞ്ഞൊന്ന് കിടന്നിട്ടുണ്ടേ. നമ്മൾ വീട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പാക്കേജിൽ നമുക്ക് ഫുഡ് അവൈലബിൾ ആണെങ്കിലും ഞങ്ങളത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ ഹോം മെയ്ഡായിട്ട് അമ്മയുടെ അടിപൊളി ചിക്കൻ ഫ്രൈ, പിന്നെ ചിക്കൻ കറി, പിന്നെ നമ്മൾ കുബൂസ് വാങ്ങിയിട്ടുണ്ടായി, സാലഡും പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ഡിസ്പോസിബിൾ പ്ലേറ്റ്സും ഗ്ലാസും എല്ലാം വെച്ച് വട്ടത്തിലിരുന്ന് ഒരു തണലത്തിരുന്ന് നമ്മൾ ഫുഡ് എൻജോയ് ചെയ്തു കേട്ടോ. ശരിക്കും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പിക്നിക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെയായിരുന്നു. പിന്നെ എല്ലാവരും അത്യാവശ്യം കുറച്ച് ടയേർഡായിരുന്നു. ബിക്കോസ് നമ്മൾ കാലത്ത് ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിക്ക് ഡെസേർട്ടിൽ എഫേർട്ട് ഇട്ടിട്ട് എല്ലാവരും എനർജി ഡ്രെയിൻഡ് ഔട്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വാദി എക്സ്പ്ലോർ ചെയ്യാൻ പോയത് കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ, നല്ല രസമുണ്ട്. ഫുള്ളിങ്ങനെ സൂക്ഷിച്ചൊക്കെ നടക്കണം. അടിയിലേക്ക് നല്ല അടിപൊളി ക്ലിയർ വാട്ടർ, അടിയിലേക്ക് വരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഫുൾ മറ്റേ പാർക്കിട്ടും സംഭവങ്ങളൊക്കെയാണ്, സൂക്ഷിച്ച് നടക്കണം ഇവിടെ. കുറച്ചൊക്കെ അഡ്വഞ്ചറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വോക്കായിരുന്നു അതെന്ന് പറയാം. ഇതുപോലെ പാറക്കെട്ടുകളുടെ മുകളിൽ കൂടെയും അതിൻ്റെ ഇടയിലുള്ള വഴി കൂടെയൊക്കെ ആയിരുന്നു നമ്മൾ നടന്നത്. ഒരു പോയിന്റിൽ നമുക്ക് ഇങ്ങനെ കാലൊക്കെ ഷിവർ ചെയ്യണ പോലെ തോന്നുന്നു അറിയില്ലേ, ഇങ്ങനെ ടയേർഡായിട്ട്. കാരണം നല്ല ടയേർഡാണ്, നല്ല വെയിലുണ്ട്, കുറേ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നടക്കണം. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ലൈക്ക് ദർ വാസ് എ ബിഗ് ക്യൂരിയോസിറ്റി. എന്താ അടുത്തത്, എവിടെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്, ആ ഒരു ഇതിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ കുറേ പോയിട്ടോ. ഇടയിൽ ഇതുപോലെ ചെറിയ സ്പേസസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടോ സ്വിം ചെയ്യാൻ പറ്റിയിട്ടുള്ള വാട്ടർ ബോഡീസ് ഒക്കെ അവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ആളുകൾ അവിടെ സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണല്ലോ, അത്യാവശ്യം നിറയെ ടൂറിസ്റ്റ് ഉണ്ട്. അവരെല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ നമ്മുടെ കയ്യിൽ മാറാൻ ഡ്രസ്സിലെത്താനും നമ്മൾ ഇറങ്ങാൻ നിന്നില്ല. ഹലോ, നമ്മളിവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വന്നേക്കാട്ടെ. എല്ലാവരും അവിടെ ഇരിക്കുക. അപ്പം ഞാനും അച്ഛനും കൂടെ ഏറ്റവും വരെ പോകാൻ തിരിച്ചു. അടിപൊളി സ്ഥലം കേട്ടോ. സ്ഥലം എന്ന് വെച്ചാൽ പക്ഷെ കുറേ ഫുള്ളിങ്ങനെ ഇതുപോലത്തെ കല്ലുകളൊക്കെയാണ് കണ്ടോ, ഇതുപോലത്തെ കല്ലും സാധനങ്ങളൊക്കെ തന്നെ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ കയറി വരണം. പിന്നെ ഇടയിൽ കുറച്ച് ചവിട്ടുപടികളും സാധനങ്ങളൊക്കെ ഉണ്ട്. വന്നില്ലെങ്കിൽ മിസ്സാവും. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെയുള്ള വഴികളിൽ കൂടെയൊക്കെയാണ് നടന്നു വരേണ്ടതെന്ന്. ഇതാണത്. ശരിക്കും പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടെയുള്ള യാത്രയായെങ്കിൽ പോലും ഇറ്റ് വാസ് എ ഗ്രേറ്റ് വിഷ്വൽ എക്സ്പീരിയൻസ്. ശരിക്കും വൺ ഓഫ് ദ മോസ്റ്റ് അൺഫോർഗറ്റബിൾ വൺ എന്ന് പറയാം. നല്ല രീതിക്ക് ടാനായിട്ടോ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫുൾ സ്ലീവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന കാരണം കുറേ ഭാഗമൊക്കെ കവറായെങ്കിലും ബാക്കി അത്യാവശ്യം നല്ല രീതിക്ക് ടാനായി. ബട്ട് സ്റ്റിൽ ഹാഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്.
സോ അതൊക്കെയായിരുന്നു നമ്മുടെ വാദിയിലുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഒമാനിലുള്ളവർക്ക് നല്ല അടിപൊളി ഇതുപോലെ ട്രാവൽ എക്സ്പീരിയൻസിന് യു ക്യാൻ കോൺടാക്ട് അഹ്ലാൻ അറേബ്യ. നല്ല അടിപൊളി സർവീസാണ് അവരുടെ. നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ച് ഡ്രോപ്പ് ചെയ്യുന്നവരെ. ഇറ്റ് വാസ് സൂപ്പർബ്.